ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി വരെയായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് അഡ്വാൻറ്റേജസ് ഓർ പ്രിവിലേജസ് ഓഫ് പ്രൈവറ്റ് കമ്പനി. അതായത് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ്, അതുപോലെ എന്തൊക്കെ പ്രിവിലേജസ് ആണ് ഒരു പ്രൈവറ്റ് കമ്പനി എൻജോയ് ചെയ്യുന്നത്. കമ്പനീസ് ആക്ട് പ്രകാരം, കമ്പനീസ് ആക്ട് 2013 പ്രകാരം എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഉള്ളത്. ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ഓൺലി 2 പേഴ്സൺസ് ആർ റിക്വയർഡ് ടു ഫോം എ പ്രൈവറ്റ് കമ്പനി. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങണമെങ്കിൽ ഓൺലി എത്ര ആൾക്കാർ മതി? 2 പേര് മാത്രം മതി. 2 പേരുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതൊരു കമ്പനിയുടെ മെയിൻ അഡ്വാൻറ്റേജ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് എ പ്രൈവറ്റ് കമ്പനി നീഡ് നോട്ട് ഒബ്സർവ് ദി പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദി ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്, റിസീവിംഗ് മിനിമം സബ്സ്ക്രിപ്ഷൻ, അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എക്സെട്ര. ഇറ്റ് ക്യാൻ റേസ് ക്യാപിറ്റൽ പ്രൈവറ്റ്ലി. അതായത് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ. കാരണം ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ സബ്സ്ക്രിപ്ഷൻ, മിനിമം സബ്സ്ക്രിപ്ഷൻ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള, അതുപോലെ ഷെയർസ് അലോട്ട് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. അപ്പോൾ ഇവർക്ക് അവരുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് തന്നെ അവർക്ക് അറിയുന്ന രീതിയിൽ അവർക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പ്രൊവിഷൻസ് അവർ ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമില്ല. തേർഡ് വൺ എന്ന് പറയുന്നതാണ് മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഷോൾ ബി ഓൺലി 2. അതായത് ഒരു 2 മെമ്പർ മതി. 2 ഡയറക്ടർ മതി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് ദർ ആർ നോ റെസ്ട്രിക്ഷൻസ് വിത്ത് റിഗാർഡ് ടു ദി റെമ്യൂണറേഷൻ പയബിൾ ടു ദി ഡയറക്ടേഴ്സ്. അതായത് പബ്ലിക് കമ്പനിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 11% കൂടുതൽ അവരുടെ റെമ്യൂണറേഷൻ കൂടാൻ പാടില്ല, പ്രോഫിറ്റിൻ്റെ 11% കൂടാൻ പാടില്ല. പക്ഷേ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എന്തുണ്ട്, അവർക്ക് എത്ര റെമ്യൂണറേഷൻ വേണമെങ്കിലും അവരുടെ ഡയറക്ടേഴ്സിന് കൊടുക്കാം. അതിനൊരു റെസ്ട്രിക്ഷനും ഈ കമ്പനീസ് ആക്ട് പ്രകാരം പറയുന്നില്ല. പിന്നെ പറയുന്നതാണ് 2 മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻറ്റ് ഷാൾ ബി ദി കോറം ഫോർ എ മീറ്റിംഗ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. അതായത് 2 മെമ്പേഴ്സ് മതി എന്തിൽ, ഒരു മീറ്റിംഗ് തുടങ്ങണമെങ്കിൽ, മീറ്റിംഗ് കൂടണമെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്ക് 2 മെമ്പേഴ്സ് മാത്രം പങ്കെടുത്താൽ മതി. 2 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റും, കോറം ഫോർ എ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് ആനുവൽ ഇവാലുവേഷൻ ഇൻ ദി ബോർഡ്സ് റിപ്പോർട്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദി കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. അതായത് ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിട്ട് ബോർഡ് റിപ്പോർട്ട് ആനുവലായിട്ട് കമ്പനിയുടെ മൊത്തത്തിലുള്ള ഇവാലുവേഷൻ നടത്തേണ്ടി വരും. ആനുവലായിട്ട്, അതായത് വർഷാവസാനമൊക്കെ ആയിട്ട് ഒരു റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ആനുവലായിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും, ഇവാലുവേറ്റ് ചെയ്യേണ്ട, അതുപോലെ വിശകലനം ചെയ്യേണ്ടതും ഒന്നിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് പറയുന്നതാണ് ദി റിക്വയർമെൻറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ബൈ റൊട്ടേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഡസ് നോട്ട് അപ്ലൈ ഇൻ എ പ്രൈവറ്റ് കമ്പനി ആൻഡ് ഓൾ ഇറ്റ്സ് ഡയറക്ടേഴ്സ് ക്യാൻ ബി പെർമനൻറ്റ് ഡയറക്ടേഴ്സ്. അതായത് റിട്ടയർമെൻറ്റ്, പബ്ലിക് കമ്പനിയിൽ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ വഴിയായിരിക്കും. അതായത് 5 വർഷ കാലാവധി പ്രകാരമൊക്കെയും ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ വഴിയായിരിക്കും റിട്ടയർമെൻറ്റ് നടത്തുക. പക്ഷേ അത് പ്രൈവറ്റ് കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല, അവർക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾ ഇറ്റ്സ് ഡയറക്ടേഴ്സ് ക്യാൻ ബി പെർമനൻറ്റ് ഡയറക്ടേഴ്സ്. ഇവരുടെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് റിട്ടയർമെൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. നെക്സ്റ്റ് പറയുന്നതാണ് എ പ്രൈവറ്റ് കമ്പനി ഈസ് നോട്ട് റിക്വയർഡ് ടു ഓഫർ ഫർദർ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇറ്റ് ക്യാൻ അലോട്ട് ന്യൂ ഇഷ്യൂസ് ടു ഔട്ട്സൈഡേഴ്സ്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി എന്തുണ്ട്, നോട്ട് റിക്വയർഡ് ടു ഓഫർ ഫർദർ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് എന്ത് ചെയ്യണമെന്നില്ല, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഫർദർ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ അലോട്ട് ന്യൂ ഇഷ്യൂസ് ടു ഔട്ട്സൈഡേഴ്സ്. ഇതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഔട്ട്സൈഡേഴ്സിനൊക്കെ പുതിയ ഇഷ്യൂസ് നടത്താം. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഫർദർ ഇഷ്യൂവിനെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ല. നെക്സ്റ്റ് പറയുന്നതാണ് ഓൾ ദി ഡയറക്ടേഴ്സ് മേ ബി അപ്പോയിൻറ്റഡ് ബൈ എ സിംഗിൾ റെസൊല്യൂഷൻ ഇൻ ദി കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. അതായത് എല്ലാ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് ഓരോ ഡയറക്ടേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ പ്രൈവറ്റ് കമ്പനിക്കുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.
ഇനി പറയുന്നതാണ് ഓൺ ദി ബേസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സിൽ പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് മൂന്നാമത്തെയാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. The companies at 2013 classified the companies into one-person company, private company, and public companies on the basis of number of members. A one-person company is a kind of a private company having only one member. അതായത് ഒരു വൺ പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു ടൈപ്പാണ്. പ്രൈവറ്റ് കമ്പനീനെ പോലുള്ള ഒരു കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി. പക്ഷേ ഇവിടെ എന്താണ്, വിച്ച് ഹാസ് ഓൺലി പേഴ്സൺ ഹാസ് വൺ പേഴ്സൺ ആസ് എ മെമ്പർ എന്നാണ് പറയുന്നത്. അതായത് ഓൺലി വൺ മെമ്പറാണ് പ്രൈവറ്റ് കമ്പനിക്ക് ഉണ്ടാവുള്ളൂ, അല്ല പ്രൈവറ്റ് കമ്പനി ആയ വൺ പേഴ്സൺ കമ്പനിക്ക് ഉണ്ടായിരിക്കുള്ളൂ. ഇനി വൺ പേഴ്സൺ കമ്പനീസ് പറയുന്നതാണ് സെക്ഷൻ 262 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് സെക്ഷൻ 262 പറയുന്നത് വൺ പേഴ്സൺ കമ്പനീനെ കുറിച്ചിട്ട് പറയുന്നത്. വൺ പേഴ്സൺ കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഹാസ് ഓൺലി വൺ പേഴ്സൺ ആസ് എ മെമ്പർ. അതായത് ഒരു മെമ്പർ ഉള്ള കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. ആസ് പെർ സെക്ഷൻ 3(1), എ കമ്പനി മേ ബി ഫോംഡ് ഫോർ എനി ലോഫുൾ പർപ്പസ് by one person where the company is to be formed is to be one person company. What is to say a private company by subscribing his name to a memorandum and complying with the requirements of this act in respect of registration. അതായത് വൺ പേഴ്സൺ കമ്പനി രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ ഈ വൺ പേഴ്സൺ ആണ് മെമ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഈ 2013 എന്നുള്ള കമ്പനീസ് ആക്റ്റിലാണ് ഈ വൺ പേഴ്സൺ കമ്പനി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് കമ്പനീസ് ആക്റ്റിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി എന്തൊക്കെയാണ് ഈ വൺ പേഴ്സൺ കമ്പനിക്കുള്ള പ്രിവിലേജസ്, അതുപോലെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? പ്രിവിലേജസ് ഓർ അഡ്വാൻറ്റേജസ് ഓൺ വൺ പേഴ്സൺ കമ്പനി. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നതാണ് എ വൺ പേഴ്സൺ കമ്പനി നീഡ് നോട്ട് ഹോൾഡ് ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ്. അതായത് ഇവിടെ എന്താണ്, ഒരു വൺ പേഴ്സൺ കമ്പനിക്ക് ഒരാളാണ് മെമ്പർ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അവരത് ഹോൾഡ് ചെയ്യേണ്ട കാര്യം ഇല്ല വൺ പേഴ്സൺ കമ്പനി. അത് ഇവർക്കൊരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് ദ കമ്പനി നീഡ് നോട്ട് പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ആനുവൽ ജനറൽ മീറ്റിംഗ്. അതായത് ഈ കമ്പനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ആനുവൽ ജനറൽ മീറ്റിങ്ങിന് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു പ്രൈവറ്റ് കമ്പനിയുടെ പോലത്തെ ടൈപ്പുള്ള കമ്പനി തന്നെയാണ്. അപ്പോൾ ഇവർക്കും എന്ത് പ്രിപ്പയർ ചെയ്യേണ്ട, ആനുവൽ ജനറൽ മീറ്റിങ്ങിലേക്കുള്ള റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ട. തേർഡ് വൺ ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഈസ് 1 ആൻഡ് ദി കമ്പനി നീഡ് നോട്ട് അപ്പോയിൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഓൺ ഇറ്റ്സ് ബോർഡ്. അതായത് ഇവിടെ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ ഈ കമ്പനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വേറൊരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ ഒന്നും അവരുടെ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരാൾ മാത്രമാണ് ഈ വൺ പേഴ്സൺ കമ്പനിയുടെ മെമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ റൊട്ടേഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ ദി കേസ് ഓഫ് എ വൺ പേഴ്സൺ കമ്പനി. കാരണം ഇവിടെ ഒരാളുള്ളൂ. അപ്പോൾ ഒരാളുണ്ടാകുമ്പോൾ അതിന് റിട്ടയർമെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല, റിട്ടയർമെൻറ്റ് ബൈ റൊട്ടേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്നും ഈ വൺ പേഴ്സൺ കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ് വൺ, the annual return shall be signed by the company secretary. The company secretary or work, there is no company secretary by the director of the company. അതായത് ഇവിടെ ആനുവൽ റിട്ടേൺ സൈൻ ചെയ്യുന്നത് കമ്പനി സെക്രട്ടറി ആയിരിക്കും. അവിടെ കമ്പനി സെക്രട്ടറി ഇല്ലെങ്കിൽ ബൈ ദി ഡയറക്ടർ ഓഫ് ദി കമ്പനി ആയിരിക്കും ഇത് സൈൻ ചെയ്യേണ്ടത്. അതായത് ഇവർക്ക് കമ്പനി സെക്രട്ടറി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിൽ സൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വൺ പേഴ്സൺ കമ്പനിയുടെ ആനുവൽ റിട്ടേണിൽ. നെക്സ്റ്റ് പറയുന്നതാണ് ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആൻഡ് ഡിഡിൻ നോട്ടീസ് കൺവെനിങ് ടു ജനറൽ മീറ്റിംഗ് ആർ നോട്ട് അപ്ലിക്കബിൾ ടു വൺ പേഴ്സൺ കമ്പനി. അതായത് ഇവർക്ക് എന്തില്ല, ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ കുറിച്ചുള്ള പ്രൊവിഷൻസ്, അതുപോലെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് അതിൻ്റെയൊക്കെ നോട്ടീസും അതുപോലെ ആ കാര്യങ്ങൾക്കുള്ള പ്രൊവിഷൻസിനൊന്നും വൺ പേഴ്സൺ കമ്പനിക്ക് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റെസ്ട്രിക്ഷൻസ് ഓൺ വൺ പേഴ്സൺ കമ്പനി. ഈ വൺ പേഴ്സൺ കമ്പനിക്ക് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് ഉള്ളത്?
ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നോ മൈനർ ഷാൾ ബിക്കം എ മെമ്പർ ഓർ no minor shall become member or nominee of one person company or can hold share with beneficial interest. അതായത് ഇവിടെ ഫസ്റ്റിൽ നോ മൈനർ എന്നാണ്. നോ മൈനർ ഷാൾ ബിക്കം എ മെമ്പർ ഓർ നോമിനി ഓഫ് വൺ പേഴ്സൺ കമ്പനി. അതായത് ഒരു മൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വൺ പേഴ്സൺ കമ്പനി തുടങ്ങാൻ പറ്റില്ല. മൈനർ നോമിനി ആയിട്ടൊന്നും അവർക്ക് വൺ പേഴ്സൺ കമ്പനി തുടങ്ങാൻ പറ്റില്ല. രണ്ടാമത്തെ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ റെസ്ട്രിക്ഷൻ, ദ കമ്പനി cannot carry out നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ് ഓഫ് എനി ബോഡി കോർപ്പറേറ്റ്. അതായത് ഇവർക്കൊന്നും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഒരു വൺ പേഴ്സൺ കമ്പനിക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, അങ്ങനത്തെ ഉള്ള ആക്ടിവിറ്റീസ് ഒന്നും വൺ പേഴ്സൺ കമ്പനീസിന് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ റെസ്ട്രിക്ഷൻ പറയുന്നത് എ വൺ പേഴ്സൺ കമ്പനി cannot convert voluntarily into any kind of company unless 2 years have expired from the date of incorporation of one person company. അതായത് വൺ പേഴ്സൺ കമ്പനി തുടങ്ങിയിട്ട് 2 വർഷത്തിനുള്ളിൽ ഇവർക്ക് സ്വമേധയായിട്ട് വേറൊരു കമ്പനിയായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ ടേൺ ഓവർ 50 lakh rupees മുകളിലെത്തണം. അതായത് ആവറേജ് ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 2 crore മുകളിലെത്തണം. റെലവൻറ്റ് പീരീഡത്തെ ആനുവൽ ടേൺ ഓവർ 2 crore മുകളിലെത്തണം. അതുപോലെ അവരുടെ ഷെയർ ക്യാപിറ്റൽ 50 lakh rupees കൂടുതലാവുകയാണെങ്കിൽ മാത്രമേ അവർക്ക് വൺ പേഴ്സൺ കമ്പനിയിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്കാണ് കൺവേർഷൻ ഓഫ് വൺ പേഴ്സൺ കമ്പനി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. അതായത് വൺ പേഴ്സൺ കമ്പനി എങ്ങനെയാണ് ലോൻ്റെ നിയമപ്രകാരം എങ്ങനെയാണ് വൺ പേഴ്സൺ കമ്പനി കൺവേർട്ട് ചെയ്യാൻ പറ്റുക. അതിൽ ഫസ്റ്റ് പറയുന്നത് കൺവേർഷൻ ഓഫ് വൺ പേഴ്സൺ കമ്പനി ഇൻ ടു എ പബ്ലിക് ഓർ പ്രൈവറ്റ് കമ്പനി ആർ കണ്ടെയ്ൻഡ് ഇൻ ദി റൂൾ 6 ഓഫ് ദി കമ്പനീസ് റൂൾ 2014. അതായത് കമ്പനീസ് റൂൾ 2014 ആണ് ഈ വൺ പേഴ്സൺ കമ്പനിയുടെ കൺവേർഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവരുടെ റൂളും കാര്യങ്ങളൊക്കെ കമ്പനീസിൻ്റെ റൂളിൽ 6th ആയിട്ടാണ് പറയുന്നത്. ഈ റൂള് പ്രകാരം were paid up share capital of a one person company exceed 50 lakh rupees or its average annual turnover during the relevant period exceeds 2 crore rupees. അതായത് ഇവരുടെ ഈ വൺ പേഴ്സൺ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 50 lakh rupees കൂടുക, അല്ലെങ്കിൽ ആനുവൽ ടേൺ ഓവർ 2 crore rupees കൂടുകയാണെങ്കിൽ ഇവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ വൺ പേഴ്സൺ കമ്പനി ഷാൾ ബി റിക്വയർഡ് ടു കൺവേർട്ട് ഇറ്റ്സെൽഫ് വിത്തിൻ 6 months of the date on which its paid up share capital is increased beyond 50 lakh rupees or last day of the relevant period during its average annual turnover exceeds 2 crore rupees. അതായത് അവരുടെ ആനുവൽ ടേൺ ഓവറും അതുപോലെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലൊക്കെ കൂടുകയാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ആക്കിയിട്ട് മാറ്റാൻ പറ്റും വിത്ത് മിനിമം ഓഫ് 2 members ആയിട്ടും. അതുപോലെ പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 members ആയിട്ടും അവർക്ക് മാറ്റാൻ പറ്റും. 3 directors ആയിരിക്കും ഉണ്ടാവേണ്ടത്. സെക്ഷൻ 18 ഓഫ് ദി ആക്ട് പ്രകാരം 3 directors ഉണ്ടായിരിക്കണം. The one person company shall alter its memorandum and articles by passing a resolution to give effect to the conversion and to make necessary changes incidental thereto. അതായത് അതിൽ എന്തൊക്കെയാണ് അവർ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മെമ്മറാൻഡത്തിലും ആൾട്ടറേഷനിലൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടത്, അതൊക്കെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവർക്ക് വൺ പേഴ്സൺ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനി പ്രൈവറ്റ് കമ്പനിയായിട്ടോ പബ്ലിക് കമ്പനിയായിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് കൺവേർഷൻ ഓഫ് എ പ്രൈവറ്റ് കമ്പനി ഇൻ ടു വൺ പേഴ്സൺ കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എങ്ങനെയാണ് വൺ പേഴ്സൺ കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ വൺ പേഴ്സൺ കമ്പനി ബൈ ഫോളോയിങ് പ്രൊസീജിയേഴ്സ് ആസ് പെർ റൂൾ 7 ഓഫ് ദി കമ്പനീസ് റൂൾസ് 2014. അതായത് റൂൾ 7 കമ്പനീസ് റൂൾസ് 2014 റൂൾ 7 ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി ഹാവിങ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ
of 50 lakh rupees or less or average annual turnover during the relevant period is 2 crore rupees or less may convert into one person company by passing a special resolution in general meeting. അതായത് ഇവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 ലാക്സ് റുപ്പീസ് അതിൽ കുറവാണെങ്കിലോ അല്ലെങ്കിൽ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 2 crore റുപ്പീസിൽ കുറവാണെങ്കിൽ 2 crore അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗിൽ പാസ് ചെയ്തതിന് ശേഷം ഇവർക്ക് വൺ പേഴ്സൺ പ്രൈവറ്റ് കമ്പനിക്ക് വൺ പേഴ്സൺ കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. Before passing such resolution, the company shall obtain no objection in writing from members and creditors. അതായത് ഇങ്ങനെ ഇവർ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഇവർ എന്ത് വാങ്ങണം, ആർക്കും ഇതിലൊരു എതിർപ്പില്ല, നോ ഒബ്ജക്ഷൻ എന്നുള്ള ഒരു മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും എഴുതിയിട്ട് ഇവർ വാങ്ങണം. നോ ഒബ്ജക്ഷൻ എന്നുള്ള കാര്യം ഇവർ എഴുതി വാങ്ങണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് വൺ പേഴ്സൺ കമ്പനി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദ വൺ പേഴ്സൺ കമ്പനി ഷാൾ ഫയൽ കോപ്പി ഓഫ് ദി സ്പെഷ്യൽ റെസൊല്യൂഷൻ വിത്ത് ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് പാസിങ് സച്ച് റെസൊല്യൂഷൻ. ആ റെസൊല്യൂഷൻ പാസ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യണം, ഒരു ദ വൺ പേഴ്സൺ കമ്പനി ഷാൾ ഫയൽ കോപ്പി ഓഫ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. ആ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ ഒരു കോപ്പി ഫയൽ രജിസ്ട്രാർക്ക് മുമ്പേ സബ്മിറ്റ് ചെയ്യണം. രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. 30 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് സബ്മിറ്റ് ചെയ്യണം. ദ കമ്പനി ഷാൾ ഫയൽ ആൻ ആപ്ലിക്കേഷൻ ഫോർ ഇറ്റ്സ് കൺവേർഷൻ ഇൻ ടു വൺ പേഴ്സൺ കമ്പനി അലോങ് വിത്ത് ഫീസ് ആസ് പ്രൊവൈഡ് ഇൻ ദി കമ്പനീസ് റൂൾ 2014 ബൈ അറ്റാച്ചിങ് ദി ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇവരിങ്ങനെ റെസൊല്യൂഷൻ പാസ് ചെയ്യുമ്പോൾ ആ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കോപ്പി ഫയൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും സത്യവാങ്മൂലം എഴുതി വാങ്ങണം. അതായത് ദ ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി ഷാൾ ഗിവ് എ ഡിക്ലറേഷൻ ബൈ വേ ഓഫ് affidavit duly sworn in confirming that all members and creditors of the company have given their consent for conversion. അതായത് എല്ലാ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഇവർക്ക് സമ്മതമാണെന്ന് അറിയിച്ചിട്ടുള്ള ഒരു സത്യവാങ്മൂലം ഇവർ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യണം. അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ലിസ്റ്റും അതുപോലെ ദ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഏറ്റവും പുതിയ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ദ കോപ്പി ഓഫ് നോ ഒബ്ജക്ഷൻ ലെറ്റർ ഓഫ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ നിന്ന് അവരുടെ നോ ഒബ്ജക്ഷൻ ലെറ്ററും വാങ്ങണം. അപ്പോൾ ഇത്രയും ഡോക്യുമെൻ്റ് ഈ പിന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഫയൽ ചെയ്യുന്നതിനൊപ്പം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൈവറ്റ് കമ്പനി വൺ പേഴ്സൺ കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നതാണ് കൺവേർഷൻ ഓഫ് കമ്പനീസ് ഓൾറെഡി രജിസ്റ്റേർഡ്. അതായത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 2013, a company of any class registered under this act may convert itself as a company of other class by alteration of memorandum and articles of the company. അതായത് മെമ്മറാൻഡമോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസോ ചേഞ്ച് ചെയ്തിട്ട് ആൾട്ടർ ചെയ്തിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദ ആൾട്ടറേഷൻ ഗീവ് എഫക്റ്റ് ടു ആസ് പെർ സെക്ഷൻ 13 and 14 ഓഫ് ദി company can alter its memorandum and articles by a special resolution. അതായത് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ 13, 14 പ്രകാരം മെമ്മറാൻഡത്തിലും ആർട്ടിക്കിൾസിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. The alteration give effect to conversion of a private company into a public company or a public company into a private company. അതായത് പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആയിട്ടോ ഇവർക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. ഇത്രയാണ് കൺവേർഷൻ ഓഫ് കമ്പനീസ് ഓൾറെഡി രജിസ്റ്റേർഡിൽ പറയാനുള്ളത്. നെക്സ്റ്റ് കമ്പനിയുടെ ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പിലാണ് ഗവൺമെൻറ് കമ്പനീസ് ആൻഡ് നോൺ ഗവൺമെൻറ് കമ്പനീസ് ഇങ്ങനെ രണ്ട് കമ്പനീസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 245 government company means any company in which not less than 51% of the paid up share capital is held by the central government or by any state government or
by any state government or by any or governments or partly by the central government and partly by one or more state governments and includes a company which is a subsidiary company of such a government company. അതായത് ഒരു ഗവൺമെൻറ് കമ്പനി സെക്ഷൻ 245 കമ്പനീസ് ആക്ട് പ്രകാരം പറയുന്നത് അവർക്ക് 51% പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ ഹെൽഡ് ചെയ്യുന്നത് ആരായിരിക്കണം? സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പാർട്ട്ലി സെൻട്രൽ ഗവൺമെൻറ് പാർട്ട്ലി സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആയ ഗവൺമെൻറ് സ്ഥാപനങ്ങളായിരിക്കണം 51% കൂടുതൽ കുറയാതെ ഉള്ള, അതായത് കൂടുതലായിട്ടുള്ള പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനത്തെ കമ്പനീസാണ് ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുന്നത്. നോൺ ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുന്നതാണ് ദ ലിസ്റ്റ് ഓഫ് നോൺ ഗവൺമെൻറ് കമ്പനീസ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് കമ്പനീസ് വിച്ച് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് ബട്ട് നോട്ട് ആസ് ഗവൺമെൻറ് കമ്പനി. അതായത് ഗവൺമെൻറ് കമ്പനി അല്ലാത്ത ബാക്കി എല്ലാ കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ കമ്പനീസും നോൺ ഗവൺമെൻറ് കമ്പനീസാണ്.